Did Mr. Amit Shah give this order to shoot our children or did he not? If he did, he should resign because he is culpable. And if he did not, he should resign because he is incompetent. Right? This is अब आपने मुझसे सवाल पूछा, आप उनको इंटरप्ट करती हैं? नहीं, जब वो बोलते हैं आप सुनिए, जब वो बोलते हैं आप इंटरप्ट करते हैं? नहीं, मेरा जवाब बोल लीजिए। आप इंटरप्ट करते हैं जब वो बोलते हैं? क्यों नहीं करते हैं आप? हमें इंटरप्ट करते हैं, हमें 24 घंटा इंटरप्ट करते हैं, मगर उनको कभी इंटरप्ट नहीं करते आप? उनमें क्या स्पेशल चीज है जो पूरा मीडिया चुप करके चूहे जैसे उसके सामने खड़ा हो जाता है? आपको स्टूडेंट्स नहीं डर रहे हैं, पूरे देश में स्टूडेंट्स नहीं डर रहे हैं, आपको भी नहीं डरना चाहिए। जब हजारों छात्र इकट्ठे होते हैं, उनकी एक मांग है, आप उन पे लाठी बरसाते हो, आप उन पे पैलेट गन चलाते हो, बिहार में उन पे AK-47 चलाते हो, तो आप जवाबदेह नहीं हो जनता के प्रति? तो हम चुप बैठे बस, आप लोगों की तरह, जिस तरह से आप चुप बैठते हैं हम भी चुप बैठे, ये चाहते हैं आप? പാർലമെന്റ് വളപ്പില് രാഹുൽ ഗാന്ധി മാധ്യമങ്ങളോട് സംസാരിക്കുകയാണ്. രാഹുലും പ്രിയങ്കയും ഒരേ വിഷയമാണ് സംസാരിക്കുന്നത്. അപ്പൊ രാഹുൽ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ രാഹുൽ എന്താണ് പറയുന്നത്? ആരാണ് വിദ്യാർത്ഥികൾക്ക് നേരെ വെടിവെക്കാനുള്ള ഉത്തരവ് നൽകിയത്? ആരാണ് ഉത്തരവ് നൽകിയത്? ആരാണ് വിദ്യാർത്ഥികൾക്ക് നേരെ ലാത്തി ഉപയോഗിക്കാനുള്ള അധികാരം നൽകിയത്? ആരാണ് വിദ്യാർത്ഥികൾക്ക് നേരെ പെല്ലറ്റ് ഗൺ ഉപയോഗിക്കാനുള്ള അധികാരം നൽകിയത്? ആരാണ് ബീഹാറിൽ വിദ്യാർത്ഥികൾക്ക് നേരെ AK-47 ഉപയോഗിക്കാനുള്ള അധികാരം നൽകിയത്? അമിത്ഷയാണെങ്കിൽ അയാൾ രാജിവെക്കണം, ബിക്കോസ് ഹി ഈസ് കൾപ്പബിൾ. രാഹുലിന്റെ വാദമാണ്. ഇനി അമിത്ഷയല്ല മറ്റാരെങ്കിലുമാണ് ഉത്തരവ് നൽകിയെങ്കിൽ എഗെയിൻ അമിത്ഷാ രാജിവെച്ചേ മതിയാകൂ, ബിക്കോസ് ഹി ഈസ് ഇൻകോമ്പിറ്റന്റ്. അയാൾ യോഗ്യനല്ല, ആ കസേരക്ക് യോഗ്യനല്ല, ആ കസേരയിൽ ഇരിക്കാൻ ഒരു രീതിയിലും അർഹതയില്ല. രാഹുൽ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുക. ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ രാജ്യത്തെ ഗോഡി മീഡിയ, നിങ്ങളൊന്ന് ആലോചിക്കണം, രാജ്യത്തെ ഗോഡി മീഡിയ രാഹുലിന്റെ സംസാരത്തെ തടസ്സപ്പെടുത്തുന്നു. രാഹുലിന്റെ സംസാരത്തെ തടസ്സപ്പെടുത്തുന്നു, ഇന്ററപ്റ്റ് ചെയ്യുകയാ. രാഹുൽ വീണ്ടും ചോദിക്കുന്നു, നിങ്ങൾ അമിത്ഷാ സംസാരിക്കുമ്പോൾ ഇതേ രീതിയിൽ നിങ്ങൾ ഇന്ററപ്റ്റ് ചെയ്യാറുണ്ടോ? നിങ്ങൾ ഇതേ രീതിയിൽ എന്നെ നിരന്തരമായിട്ട് ഞാൻ സംസാരിക്കുമ്പോൾ 24 മണിക്കൂറും നിങ്ങൾ തടസ്സങ്ങൾ പെടുത്തിക്കൊണ്ടേയിരിക്കുന്നു, ഇന്ററപ്റ്റ് ചെയ്തുകൊണ്ടേയിരിക്കുന്നു. അമിത്ഷാ സംസാരിക്കുമ്പോൾ, നരേന്ദ്രമോദി സംസാരിക്കുമ്പോൾ നിങ്ങൾ തടസ്സപ്പെടുത്തിയിട്ടുണ്ടോ? എന്താ നിങ്ങളത് ചെയ്യാത്തത്? രാജ്യത്തെ ആ വിദ്യാർത്ഥികൾ തെരുവിലിറങ്ങി പ്രക്ഷോഭം നടത്തുമ്പോൾ നിങ്ങൾ എന്തേ അമിത്ഷയോട് ചോദ്യങ്ങൾ ചോദിക്കാത്തത്? കഴിഞ്ഞ ദിവസം നിങ്ങൾക്ക് അമിത്ഷയെ നിങ്ങളുടെ മുന്നിൽ കിട്ടി. നിങ്ങൾ എന്താണ് ചോദിച്ചത് അമിത്ഷയോട്? നിങ്ങളുടെ ഡ്രസ് ഇന്നൊരു വെറൈറ്റി ഡ്രസ്സാണല്ലോ, ഇതേത് ആസാം മോഡലാണോ എന്നാണല്ലോ നിങ്ങൾ ചോദിക്കുന്നത്. എന്തേ രാജ്യത്തെ വിദ്യാർത്ഥികളെ കുറിച്ച് നിങ്ങൾ അമിത്ഷയോട് ചോദിക്കാത്തത്? അമിത്ഷാ സംസാരിക്കുമ്പോൾ എന്തുകൊണ്ട് നിങ്ങൾ തടസ്സപ്പെടുത്തുന്നില്ല? എന്തുകൊണ്ട് എൻ്റെത് മാത്രം തടസ്സപ്പെടുത്തുന്നു? അവസാനം ഒരു ഉപദേശവും നൽകി രാഹുൽ ഗോദി മീഡിയക്ക്. ഈ രാജ്യത്തെ വിദ്യാർത്ഥികൾക്കില്ലാത്ത ഭയം അത് നിങ്ങൾക്കും വേണ്ടതില്ല. ഈ രാജ്യത്തെ വിദ്യാർത്ഥികൾ ഭയപ്പെടുന്നില്ല, ഈ രാജ്യത്തെ തലമുറ ഭയപ്പെടുന്നില്ല. ഈ രാജ്യത്തെ വിദ്യാർത്ഥികള് 10ഉം 15ഉം 16ഉം 17ഉം 18ഉം 19ഉം 20ഉം 21ഉം 22ഉം 23ഉം ആർജവമുള്ള എഡ്യൂക്കേഷനുള്ള വിദ്യാർത്ഥികള്. ആ വിദ്യാർത്ഥികൾക്ക് ഭയമില്ല, നിങ്ങൾക്കും ആ ഭയം വേണ്ടതില്ല എന്നാണ് രാഹുലിന്റെ ഉപദേശം. ഇത് തന്നെയാണ് പ്രിയങ്കക്കും സംഭവിക്കുന്നത്. നിങ്ങളൊന്ന് നോക്കൂ, പ്രിയങ്ക സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ വീണ്ടും ഇതേ ഗോഡി മീഡിയ. എന്താണ് ഗോദി മീഡിയ പറയുന്നത്? പ്രിയങ്ക സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. പ്രിയങ്ക എന്താ പറയുന്നത്? ഞാൻ മിണ്ടാതിരിക്കണം, ഞാൻ നിശബ്ദയാകണം എന്നാണോ നിങ്ങൾ പറയുന്നത്? ഞാൻ നിശബ്ദയാകണം, ഞാൻ സംസാരിക്കാൻ പാടില്ല. രാജ്യത്തെ വിദ്യാർത്ഥികൾക്ക് നേരെ തോക്ക് ഉപയോഗിക്കാൻ, പെല്ലറ്റ് ഗൺ ഉപയോഗിക്കാൻ, AK-47 ഉപയോഗിക്കാൻ, ലത്തി ഉപയോഗിക്കാൻ, അവരെ ക്രൂരമായി ആക്രമിക്കാൻ ആരാണ് അവകാശം നൽകിയത്? ആരാണ് നിർദ്ദേശം നൽകിയത്? ചോദ്യങ്ങൾ വീണ്ടും ആവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. ഞാൻ നിശബ്ദയാകണമെന്നാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത്? നിങ്ങൾ നിശബ്ദരായതുപോലെ, വിദ്യാർത്ഥികളുടെ വിഷയത്തിൽ നിങ്ങൾ നിശബ്ദരായതുപോലെ, അതായത് ഗോഡി മീഡിയ നിശബ്ദരായതുപോലെ ഞാനും നിശബ്ദയാകണമെന്നാണോ നിങ്ങൾ പറയുന്നത്?
പ്രിയങ്കയുടെ ചോദ്യമാണ്. രാജ്യം കണ്ട ഏറ്റവും വലിയ ഇതിൽ 2 കാര്യങ്ങളുണ്ട് കേട്ടോ. 2 കാര്യങ്ങളുണ്ട്. 2 കാര്യങ്ങൾ എന്ന് പറയുന്നത്, ഒന്ന്, രാജ്യത്തെ തലമുറ തെരുവിലിറങ്ങി. രാജ്യത്തെ തലമുറ തെരുവിലിറങ്ങി. വിദ്യാർത്ഥികൾ തെരുവിലിറങ്ങി. ഗതികെട്ട്, മുട്ടിടിച്ച്, ഭയപ്പെട്ട്, ഭയത്താൽ മുട്ട് രണ്ടും കൂട്ടിമുട്ടി കൗബീനത്തിൽ 1ഉം 2ഉം വരെ പോയെന്നാ കേൾക്കുന്നത്. ഭയം 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 ഭയമാണ് ഭയമാണ് ഭയമാണ്. ഭയപ്പെട്ട് 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 18ഉം 19ഉം 20ഉം 22ഉം 23ഉം വയസ്സുള്ള വിദ്യാർത്ഥികൾക്ക് നേരെയാണ് അമിത്ഷായുടെ കേന്ദ്രസേന, അല്ലേ? ഡൽഹി പോലീസിനെ നിയന്ത്രിക്കുന്നതാരാ? അമിത്ഷാ. സംഘപരിവാർ, അല്ലേ? റാപ്പിഡ് ആക്ഷൻ ഫോഴ്സിനെ നിയന്ത്രിക്കുന്നതാരാ? അമിത്ഷാ. ഈ പറയുന്ന കേന്ദ്രസേനയിൽപ്പെടുന്ന 7 വിഭാഗമുണ്ട്. കേന്ദ്രസേന അതിൽപ്പെടുന്ന ഡൽഹിയിൽ ഇറക്കാൻ പറ്റുന്ന എല്ലാത്തിനെയും ഇറക്കി. കൂട്ടത്തില് നാഗ്പൂരിൽ നിന്നുള്ള RSSന്റെ ഗുണ്ടകളെയും ഇറക്കി ആ വിദ്യാർത്ഥികളെ ആക്രമിക്കാൻ. എന്തേ? കാരണം ഭയമാണ് ഭയമാണ് ഭയമാണ്. രാജ്യം 12 വർഷമായിട്ട് ഭരിക്കുന്ന രാജ്യത്തെ ഭരണാധികാരിക്ക് ഭയമാണ് ഭയമാണ് ഭയമാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഈ പ്രക്ഷോഭം അവസാനിച്ചതിന് പിന്നാലെ രാജ്യത്തെ പ്രധാനമന്ത്രി ഇൻസ്റ്റഗ്രാമിൽ ഇരുന്ന് റീലിടുകയാ. എന്തിനാ? ഈ വിദ്യാർത്ഥികളെ കയ്യിലെടുക്കാൻ. ഭയമാണ് ഭയമാണ് ഭയമാണ്. എന്തേ? ആ വിദ്യാർത്ഥികളുമായിട്ട് വിദ്യാർത്ഥികളെ കയ്യിലെടുക്കാൻ വിദ്യാർത്ഥികൾ ചെയ്തത് കോപ്പി അടിച്ചുകൊണ്ട്. സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് ക്രിയേറ്റിവിറ്റിയുടെ കണ്ടന്റ് ക്രിയേറ്റർ എന്നാണ്. എന്ന് പറഞ്ഞാൽ കണ്ടന്റ് ക്രിയേറ്റർ എന്നാണ്. ക്രിയേറ്റിവിറ്റിയുടെ ഇടമാണ് സോഷ്യൽ മീഡിയ. ആ സോഷ്യൽ മീഡിയയിൽ നരേന്ദ്രമോദി വിദ്യാർത്ഥികളെ കോപ്പി അടിക്കുക. മിസ്റ്റർ മോഡി, നിങ്ങൾക്ക് നിങ്ങളുടേതായ എന്തെങ്കിലും കണ്ടന്റ് ഉണ്ടോ? ഇല്ല. ബിക്കോസ് നിങ്ങൾ ഈ രാജ്യത്തിന്റെ പാസ്റ്റാണ്. അതാണ് രാഹുലിന്റെ വാക്ക്. ഈ രാജ്യത്തിന്റെ ഫ്യൂച്ചറിനോടൊപ്പം മുട്ടാൻ നിങ്ങൾ ആയിട്ടില്ല. ബിക്കോസ് യു ആർ ദ പാസ്റ്റ്. അതുകൊണ്ടാണ് വിദ്യാർത്ഥികളുടെ സബ്ജക്റ്റ് കോപ്പി അടിക്കേണ്ടി വന്നത് നരേന്ദ്രമോദിക്ക്, അല്ലേ? വിദ്യാർത്ഥികള് ജന്തർ മന്ദറിലേക്ക് സമരത്തിന് ഇറങ്ങുമ്പോൾ അവരൊരു വീഡിയോ ഇട്ടു. എന്താണ്? ഗെറ്റ് റെഡി വിത്ത് മീ. സമരത്തിന് പോകുന്ന വിദ്യാർത്ഥികൾ ഗെറ്റ് റെഡി വിത്ത് മീ. എന്തൊക്കെയാ ആവശ്യമുള്ളത്? നരേന്ദ്രമോദി കണ്ടിട്ട് വീണ്ടും ഗെറ്റ് റെഡി വിത്ത് മീ. കണ്ടന്റ് ക്രിയേഷനാണ്, ഇന്നവേഷനാണ്, ക്രിയേറ്റിവിറ്റിയാണ്. കോപ്പി അടിയല്ല മിസ്റ്റർ മോഡി. കോപ്പി അടിച്ചിട്ട് ഈ രാജ്യത്തിൻ്റെ തലമുറയുടെ മനസ്സുകളിൽ ഇടം പിടിക്കാമെന്ന് മോദി കരുതേണ്ട. ഇപ്പം ഞാൻ പറഞ്ഞു വരുന്നത് രാജ്യത്തെ ഗോഡി മീഡിയയെ കുറിച്ചാണ്. അതല്ലെങ്കിലും അങ്ങനെയല്ലേ സംഭവിക്കാൻ പാടുകയുള്ളൂ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. രാജ്യത്ത് പ്രവർത്തിക്കുന്ന 23ലധികം ചാനലുകൾ, മാധ്യമങ്ങൾ, ജേർണലിസം എന്ന് പറയുന്ന വാക്കുകൊണ്ട് വിവരിക്കാൻ പോലും ഡിഫൈൻ ചെയ്യാൻ പോലും പറ്റാത്ത രീതിയിൽ രാജ്യത്തെ വാർത്താ മാധ്യമങ്ങളിൽ 23 അംബാനിയുടെ കാൽ കീഴിൽ, 16 അദാനിയുടെ കാൽ കീഴിൽ. എങ്ങനെ ഗോഡി മീഡിയ അല്ലാതെയാകും? ഇവരൊക്കെ അമിത്ഷയോടും നരേന്ദ്രമോദിയോടും ചോദ്യം ചോദിക്കുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? എങ്കിൽ നിങ്ങൾക്ക് തെറ്റി. ഈ രാജ്യത്ത് ഈ മാധ്യമങ്ങള് അംബാനിയുടെ കീഴിലുള്ള 23 അദാനിയുടെ കീഴിലുള്ള 16 ഈ മാധ്യമങ്ങൾ പടച്ചു വിടുന്നത് വാർത്തയാണെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? എങ്കിൽ നിങ്ങൾക്ക് തെറ്റി. ഇത് ഗോഡി മീഡിയയാണ്. കുഴലൂത്തുകാരാണ്, സ്തുതിപാഠകരാണ്. എങ്ങനെയാണെങ്കിലും അമിത്ഷാ ആ കസേരയിൽ ഇരിക്കാൻ അർഹനല്ല. അതാണ് രാഹുലിന്റെ വാദം. കൃത്യമല്ലേ? ന്യായമാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നില്ലേ? വിദ്യാർത്ഥികൾക്ക് നേരെ അക്രമം നടത്താൻ ആരാണ് ഉത്തരവിട്ടത്? അമിത്ഷാ ആണെങ്കിൽ ഹി ഈസ് കൾപ്പബിൾ. യോഗ്യനല്ല ആ കസേരയിൽ തുടരാൻ. ഇനി അല്ല, അമിത്ഷയല്ല, മറ്റാരുടെയെങ്കിലും നിർദ്ദേശപ്രകാരമാണെങ്കിൽ അയാൾ തീരെയും യോഗ്യനല്ല. ബിക്കോസ് ആ കസേരയിൽ ഇരുന്നിട്ട് ആ നിയന്ത്രിക്കാൻ പോലും കഴിയുന്നില്ലെങ്കിൽ ഇറങ്ങി പോകണം മിസ്റ്റർ. രാജ്യത്തെ വിദ്യാർത്ഥികളെ തച്ച് തകർത്തിട്ട് എത്ര ദിവസമായി അമിത്ഷാ പാർലമെന്റിലെത്തിയിട്ട്? ഇത്രയും വലിയ ഭീരുവിനെ നിങ്ങൾ ലോകത്ത് കണ്ടിട്ടുണ്ടോ? ഇത്രയും വലിയ ഭീരുവിനെ നരേന്ദ്രമോദിയും അമിത്ഷായും പാർലമെന്റിൽ എത്തുന്നില്ല. എന്തേ കാരണം? കാരണം പാരമ്പര്യം എന്ന് പറയുന്നത് അത് സവർക്കറുടെ കാല് നക്കിയ സവർക്കറുടെ പാരമ്പര്യമാ.
അൻഡമാൻ ജയിലിൽ കിടന്നുകൊണ്ട് കാല് നക്കിയവന്റെ പാരമ്പര്യം. ആ കാല് നക്കിയവന്റെ പാരമ്പര്യം എന്തുകൊണ്ട് കാല് നക്കി? ഭയമാണ്, 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 പേടിയാണ്, പേടിയാണ്, പേടിയാണ്. ഭയത്തിനപ്പുറം മറ്റെന്താണോ? നാട്ടല്ലെന്ന് പറയുന്നതില്ല. രാജ്യത്തിന്റെ പാർലമെന്റില് നരേന്ദ്രമോദിയുമില്ല, അമിത്ഷായുമില്ല. എന്തേ കാരണം? കാരണം വേറൊന്നുമല്ല, പാരമ്പര്യവും ആശയങ്ങളും പ്രത്യയശാസ്ത്രങ്ങളും ഒക്കെ ഈ കാല് നക്കി സവർക്കറുടേതാണ്, മാപ്പെഴുതി കൊടുത്ത സവർക്കറുടേതാണ്. സ്വതന്ത്ര സമര സേനാനികളെ ഒറ്റുകൊടുത്തവന്റെ പാരമ്പര്യത്തിലുള്ളവന് രാജ്യത്തിന്റെ പാർലമെന്റിൽ പോലും ഒന്ന് വന്നിരിക്കാൻ സാധിക്കുന്നില്ല. കാരണം എന്താ? ഭയമാണ്, ഭയമാണ്, ഭയമാണ്. ഇത്രയേറെ രാജ്യത്തെ ഭയന്ന, രാജ്യത്തെ ജനങ്ങളെ ഭയന്ന, പാർലമെന്റിനെ ഭയന്ന, പാർലമെന്റിലെ ജനപ്രതിനിധികളെ ഭയന്ന, അവരുടെ മുന്നിൽ മുട്ടുരിച്ച ഒരു ഭരണാധികാരികൾ ഈ രാജ്യത്ത് ഇന്ന് വരെ ഈ രാജ്യത്തിന്റെ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല. അല്ലേ? ആലോചിച്ചു നോക്കൂ നിങ്ങൾ. ഭയമാണ്, ഭയമാണ്, ഭയമാണ്. മുന്നിൽ കാണുന്നതിന് എല്ലാം ഭയമാണ്. ഭയമാണ്, ഭയമാണ്, ഭയമാണ്. പാർലമെന്റിൽ എത്തുന്നില്ല. പാർലമെന്റിലെ ആഭ്യന്തരമന്ത്രിയുടെ ഓഫീസിൽ അമിത്ഷയുണ്ട്. പക്ഷേ പാർലമെന്റിലെ ലോക്സഭയിലുമില്ല, രാജ്യസഭയിലുമില്ല. എന്തേ? രാജ്യത്തെ ജനപ്രതിനിധികളെ ഭയമാണ്. എന്ന് പറഞ്ഞാൽ രാജ്യത്തെ ജനങ്ങളെ ഭയമാണ്, രാജ്യത്തെ ഭയമാണ്. എന്തേ കാരണം? കാരണം മറ്റൊന്നുമല്ല, കാല് നക്കി സവർക്കറുടെ വീറല്ല, ബീരു സവർക്കർ. കാല് നക്കിയവൻ, കാല് നക്കി, കാല് നക്കി. ബ്രിട്ടീഷുകാരന്റെ ആസനം നാവ് കൊണ്ട് നക്കി ക്ലീൻ ചെയ്ത് കൊടുത്ത ആ സവർക്കറുടെ പിൻഗാമികളാ. ഭയമല്ലാതെ മറ്റെന്താണ്? രാജ്യത്തെ ഭരണാധികാരികളാണത്രേ. വിദ്യാർത്ഥികളെ ഭയമാണ്, കർഷകരെ ഭയമാണ്, സാധാരണക്കാരനെ ഭയമാണ്. അല്ലേ? രാജ്യത്തെ ഹൈന്ദവനെ ഭയമാണ്, മുസ്ലിമിനെ ഭയമാണ്, ക്രൈസ്തവനെ ഭയമാണ്, ദലിതനെ ഭയമാണ്. ആരെ കണ്ടാലും ഭയമാണ്, ഭയമാണ്, ഭയമാണ്. രാജ്യത്തിന്റെ പാർലമെന്റിൽ പോലും എത്താൻ ഭയമാണ് രാജ്യത്തിന്റെ ഭരണാധികാരിക്ക്. ഓടി ഒളിക്കുകയാ, മാളത്തിൽ ഒളിക്കുകയാ. എന്നിട്ട് 18, 19, 20, 21, 22, 23, 24 വയസ്സുള്ള വിദ്യാർത്ഥികളെ അടിച്ചൊതുക്കാൻ, ആക്രമിച്ച് കീഴ്പ്പെടുത്താൻ നാഗ്പൂരിൽ നിന്ന് RSS ഗുണ്ടകളെ ഇറക്കുകയാ. ആലോചിക്കണം. തെരഞ്ഞെടുപ്പ് കമ്മീഷനെ പർച്ചേസ് ചെയ്തു, നീതിന്യായ വ്യവസ്ഥയെ പർച്ചേസ് ചെയ്തു, കോർപ്പറേറ്റുകളെ പർച്ചേസ് ചെയ്തു, സിസ്റ്റം പർച്ചേസ് ചെയ്യപ്പെട്ടു. എന്ന് വേണ്ട രാജ്യത്ത് എല്ലാം പർച്ചേസ് ചെയ്ത് പോക്കറ്റിൽ വെച്ചിട്ടും അധികാരമില്ലാത്ത, കോർപ്പറേറ്റുകളുടെ പിന്തുണയില്ലാത്ത, ഗോഡി മീഡിയയുടെ പിന്തുണയില്ലാത്ത, രാജ്യത്തെ സിസ്റ്റത്തിന്റെ പിന്തുണയില്ലാത്ത, രാജ്യത്തെ നീതിന്യായ വ്യവസ്ഥയുടെ പിന്തുണയില്ലാത്ത, രാജ്യത്തെ ഇലക്ഷൻ കമ്മീഷന്റെ പിന്തുണയില്ലാത്ത വിദ്യാർത്ഥികളെ ഭയമാണ്, കർഷകരെ ഭയമാണ്, മണ്ണിൽ പണിയെടുത്ത് പൊന്ന് വിളയിക്കുന്ന കർഷകനെ ഭയമാണ്, രാജ്യത്തെ സാധാരണക്കാരായ ജനങ്ങളെ ഭയമാണ്. ആലോചിക്കണം. എല്ലാം ഉണ്ടായിട്ടും ഭയം ഒന്നുകൊണ്ട് മാത്രം പാർലമെന്റിൽ വരാതിരിക്കുന്ന മോദിയും അമിത്ഷായും. എന്നാൽ ഒന്നുമില്ലാത്ത SPG സുരക്ഷയില്ല, Z+ കാറ്റഗറി സുരക്ഷയില്ല. രാജ്യത്തെ നിയമപാലകരെന്ന് പറയുന്ന സോ കോൾഡ് RSS ഗുണ്ടകൾ ഏത് നിമിഷവും ആക്രമിക്കും, അധികാരം ഉപയോഗിച്ച് ജയിൽ അഴിക്കുള്ളിലാകും, എന്നേക്കും ജീവിതം ജയിൽ അഴിക്കുള്ളിലേക്കായേക്കാം. എന്നിട്ടും വിദ്യാർത്ഥികൾക്ക് ഭയമില്ല. പക്ഷേ SPG സുരക്ഷയുണ്ട്, Z+ കാറ്റഗറി സുരക്ഷയുണ്ട്, സിസ്റ്റം കയ്യിലുണ്ട്, അധികാരം കയ്യിലുണ്ട്, ഇലക്ഷൻ കമ്മീഷൻ കയ്യിലുണ്ട്, നീതിന്യായ വ്യവസ്ഥ കയ്യിലുണ്ട്. എല്ലാം ഉണ്ടായിട്ടും നരേന്ദ്രമോദിക്കും അമിത്ഷാക്കും ഭയമാണ്. ഭയമാണ്, ഭയമാണ്, ഭയമാണ്. എവിടെ നിന്ന് തുടങ്ങിയ ഭയം? സവർക്കറിൽ നിന്ന് തുടങ്ങിയ ഭയം, RSSകാരന്റെ ഭയം, ബ്രിട്ടീഷുകാരന്റെ മുന്നിൽ ലോക്കാനിച്ച് നിന്നവന്റെ ഭയം, ബ്രിട്ടീഷുകാരന്റെ കാല് നക്കിയവന്റെ ഭയം, ബ്രിട്ടീഷുകാരന്റെ ആസനം നക്കി കൊടുത്തവന്റെ ഭയം, ബ്രിട്ടീഷുകാരന് മുന്നിൽ മാപ്പെഴുതി കൊടുത്തവന്റെ ഭയം, ബ്രിട്ടീഷുകാരന് രാജ്യത്തെ സ്വതന്ത്ര സമര പോരാളികളെ ഒറ്റുകൊടുത്തവന്റെ ഭയം. ഭയമാണ്, ഭയമാണ്, ഭയമാണ്. ഇന്നും ആ ഭയം രാജ്യം സ്വതന്ത്രമായതിന്
വർഷങ്ങൾ 75-ലേറെ പിന്നിടുന്നു. എന്നിട്ടും ഭയമാണ്, ഭയമാണ്, ഭയമാണ്. രാജ്യത്തെ പ്രധാനമന്ത്രിക്ക് ഭയമാണ് അല്ലേ? രാജ്യത്തെ അമിത്ഷാക്ക് ഭയമാണ്. വിദ്യാർത്ഥികളെ പോലും ഭയമാണ്. 15 വയസ്സുള്ള വിദ്യാർത്ഥിനിയെ പോലും ഭയമാണ്. വിദ്യാർത്ഥിനിയുടെ വീട്ടിലേക്ക് ഗുണ്ടകളെ അയച്ച് ഭീഷണിപ്പെടുത്തി, മാതാപിതാക്കളെ ഭീഷണിപ്പെടുത്തി, വിദ്യാർത്ഥിനിയെ കൊണ്ട് മാപ്പ് പറയിപ്പിച്ച് അത് സോഷ്യൽ മീഡിയയിൽ ആ വീഡിയോ ഷൂട്ട് ചെയ്ത് സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിച്ച് ഞാൻ വിശ്വഗുരുവാണെന്ന് വരുത്തി തീർക്കുവാനുള്ള ശ്രമമാണ് രാജ്യത്തെ ഭരണാധികാരി നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഭയമാണ്, ഭയമാണ്, ഭയമാണ്. എല്ലാത്തിനെയും ഭയമാണ്.